ഹായ് സുന്ദരീസ്. അപ്പോൾ ഡേ 10 ആണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ എണീറ്റ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കലത്തിൽ ഫിൽറ്ററിൽ നിന്ന് ഇങ്ങനെ വെള്ളം പിടിച്ചതാണ്. എന്നിട്ട് ഞാൻ വാഷ്റൂമിലേക്ക് അങ്ങ് പോയി. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴേക്കും അത് നിറഞ്ഞ് തുളുമ്പി അങ്ങ് ഹോളിൻ്റെ അറ്റം വരെ എത്തി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ തുടയ്ക്കൽ പരിപാടി അങ്ങ് കഴിഞ്ഞു. അത്രയും വെള്ളം ഉണ്ടായിരുന്നു, കുറേ വെള്ളം പോയി എന്നുള്ളതാണ്. ഞാൻ എന്ത് നോക്കി ഇരുന്നിരുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ചില ദിവസം അങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ പാല് തിളച്ചു പോവും, അല്ലെങ്കിൽ വെള്ളം പോവും, എന്തെങ്കിലുമൊക്കെ കാണുമല്ലേ. എന്തായാലും നമ്മൾ രാവിലെ എനിക്ക് രാവിലത്തെ പരിപാടികളൊക്കെ, കുക്കിംഗ് പരിപാടികളൊക്കെ തീർത്ത് ഇമ്മക്കുട്ടിക്ക് ടിഫിനൊക്കെ ആക്കി പറഞ്ഞു വിട്ട് ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉത്സാഹമൊക്കെ വരും കേട്ടോ. എങ്ങനെ തൂങ്ങി പിടിച്ചിരുന്നിരുന്നാലും അതൊരു ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ആ തരത്തിലുള്ള ഒരു ഹോർമോൺസൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അറ്റ്ലീസ്റ്റ് എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. ഔട്ട്ഫിറ്റ് മിന്ത്രയിൽ നിന്നുള്ളതാണ്. ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം കേട്ടോ. കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റാണ്, ജിം ഔട്ട്ഫിറ്റാണ്. കാണാനും നല്ലതാണ്, എന്നാൽ നമുക്ക് നല്ല കംഫർട്ടബിളുമാണ്. പിന്നെ വന്ന് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ചോറുണ്ടുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചാമ്പയ്ക്ക അച്ചാറുണ്ടായിരുന്നു. ചാമ്പയ്ക്ക അച്ചാർ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും കഴിക്കണം. അമ്മ നല്ല അടിപൊളിയായിട്ട് ചെയ്യട്ടോ. എന്ന് വെച്ചാൽ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാം അമ്മയുടെ ചാമ്പയ്ക്ക അച്ചാർ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ് റെസിപ്പി, ഞാൻ എപ്പോഴെങ്കിലും കാണിക്കേ. പക്ഷെ അതല്ലെങ്കിലും ജസ്റ്റ് യൂട്യൂബിലൊന്ന് നോക്കിയാലും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറത്തേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ലൈറ്റായിട്ട് സ്നാക്ക് പോലെ കഴിച്ച്, അത് അടയാണ് കേട്ടോ കഴിച്ചത്. എന്നിട്ട് ഇമ്മക്കുട്ടീനെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടുപോയി തിരിച്ചെത്തി നമ്മൾ തണ്ണീർമത്തനാണ് കഴിച്ചത്. പിന്നെ ഞാനൊരു പോഡ്കാസ്റ്റ് കേട്ടു കേട്ടോ, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. പിന്നെ ഇഡ്ഡലിയും കറിയും കൂടെ കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഏട്ടൻ തിരിച്ചെത്തിയത്. അപ്പോൾ ഒരു കുട്ടി ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല, ഓക്കെ ആണിപ്പോൾ.